3 ഡിഫറൻഷ്യൽ കാൽക്കുലസ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. ആദ്യം നമുക്ക് എന്താണ് ലിമിറ്റ് എന്ന് നോക്കാം. ഈ സീക്വൻസ് നിങ്ങൾ ആദ്യം കൺസിഡർ ചെയ്യുക. 0.1 0.01 0.001 0.0001 എക്സെട്ര. ഇത് നോക്കിയാൽ അറിയാൻ പറ്റും ഇത് കുറഞ്ഞ് ഇത് പോകുന്നത് സീറോയിലേക്കാണ്. അതായത് ഈ നമ്പറുകളുടെ എല്ലാം ലിമിറ്റായിട്ട് നിൽക്കുന്ന പോയിൻ്റ് സീറോയാണ്. അപ്പോൾ ലിമിറ്റ് ഈക്വൽസ് 0. അപ്പം ലിമിറ്റ് ഈ സീക്വൻസിൻ്റെ ആണ് നമ്മൾ പറയണമല്ലോ. അപ്പോൾ അതിന് ഈ ലിമിറ്റിന് കുറച്ച് ഇംപ്രവൈസേഷൻസ് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ നോക്കാം. കൺസിഡർ y ഈക്വൽസ് 1/x. ഓക്കെ, ഇതാണ് നമ്മുടെ ഫങ്ഷൻ y ഈക്വൽസ് 1/x. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം. വൈയുടെ വാല്യൂസ് ഇവിടെ എഴുതാം. 1/x എക്സിൻ്റെ വാല്യൂസ് ഇവിടെ എഴുതാം. y ഈക്വൽസ് 1/xൻ്റെ വാല്യൂസ് താഴെ എഴുതാം. അപ്പം എക്സ് 1 ആകുന്ന എക്സ് 10 ആകുന്ന സമയത്ത് 1/x എന്ന് പറയുന്നത് 0.1 ആണ്. എക്സ് 100 ആകുന്ന സമയത്ത് 1/100 എന്ന് പറഞ്ഞാൽ 0.01. എക്സ് 1000 ആകുന്ന സമയത്ത് 1/x അതായത് 1/1000 ആണ്. അത് എത്രയാണ്? 0.001. ഓക്കെ, എക്സ് 10,000 ആകുന്ന സമയത്ത് 0.0001. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? എക്സ് 10, 100, 1000 എന്ന് പറഞ്ഞ് എക്സ് പോകുന്നത് ഇൻഫിനിറ്റി എന്നുള്ള നമ്പറിൽ, ഇൻഫിനിറ്റി നമ്പറല്ല, ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. അതായത് വലുതായി ഏറ്റവും വലിയ നമ്പറായി ഇൻഫിനിറ്റിയിലേക്ക് പോകാമെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ 1/x എങ്ങോട്ടേക്കാണ് പോകുന്നത്? കുറഞ്ഞ് അത് പോകുന്നത് സീറോയിലേക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ലിമിറ്റ് ഈക്വൽ 0 എന്നുള്ളതിനെ നമുക്ക് ചെറുതായിട്ട് ഇംപ്രവൈസ് ചെയ്യാൻ പറ്റും. ലിമിറ്റ് എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോഴുള്ള 1/xൻ്റെ ലിമിറ്റ്, അതാണ് 0. വെറുതെ ലിമിറ്റ് 0 എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് എന്തിൻ്റെ ലിമിറ്റാന്ന് വേണമല്ലോ. എന്തിൻ്റെ ലിമിറ്റാണ്? ലിമിറ്റ് ഓഫ് 1/x. 1/xൻ്റെ ലിമിറ്റാണ്. 1/xൻ്റെ ലിമിറ്റ് 0 ആണ്. എപ്പോഴത്തെ ലിമിറ്റാണ്? എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോഴുള്ള 1/xൻ്റെ ലിമിറ്റാണിത്. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഇത് y ഈക്വൽസ് x² ആണ് ഞാൻ എക്സാമ്പിളായിട്ട് എടുക്കുന്നത്. അപ്പോൾ ആദ്യം എക്സിൻ്റെ വാല്യൂ, പിന്നീട് y ഈക്വൽ ടു x²ൻ്റെ വാല്യൂ. എക്സിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ വൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1² അത് 1 ആണ്. എക്സ് 2 ആകുമ്പോൾ 2² 4 ആണ്. എക്സ് 3 ആകുമ്പോൾ 3² 9 ആണ്. എക്സ് 4 ആകുമ്പോൾ 4² 16, അങ്ങനെ എക്സെട്ര. അപ്പോൾ എന്ത് പറയാൻ പറ്റും? x²ൻ്റെ ലിമിറ്റ് 1, 4, 9, 16, 25, പിന്നെ എത്ര വരും? 25 36, 7² 49, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അത് ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പോൾ ലിമിറ്റ് ഓഫ് x² ഈക്വൽസ് ഇൻഫിനിറ്റി ആണ്. എപ്പോഴത്തെ ലിമിറ്റാണ്? എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോഴുള്ള x²ൻ്റെ ലിമിറ്റ്. ലിമിറ്റ് എക്സ് ടെൻഡ് എന്നാണ് വായിക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി, അല്ലെങ്കിൽ എക്സ് അപ്രോച്ചസ് ഇൻഫിനിറ്റി, x² ഈക്വൽസ് ഇൻഫിനിറ്റി. ഈ കേസിൽ അങ്ങനെയായിരിക്കും. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം മനസ്സിലാക്കാം. y ഈക്വൽസ് 1/x തന്നെ. നമുക്ക് അറിയേണ്ടത് ലിമിറ്റ് ഓഫ് 1/x തന്നെ അറിയണം. എപ്പോഴാന്ന് വെച്ചാൽ എക്സ് 0യിലേക്ക് പോകുമ്പോഴുള്ള 1/xൻ്റെ ലിമിറ്റ്. എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോഴുള്ള 1/xൻ്റെ ലിമിറ്റ് 0 ആണ്. ഇനി എക്സ് 0യിലേക്ക് പോകുമ്പോഴുള്ള 1/xൻ്റെ ലിമിറ്റ് നോക്കാം. അപ്പോൾ ഞാൻ എക്സ് 0യിലേക്ക് പോകണ്ടേ? അപ്പോൾ എക്സ് നമുക്ക് 0.1 0.01 0.001 0.0001. ഇപ്പോൾ ഇത് പോകുന്നത് 0യിലേക്കാണ്. അപ്പോൾ എക്സ് ഇപ്പോൾ 0യിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ y ഈക്വൽസ് 1/x ആണല്ലോ. 1/x 1/0.1. ഇതിൻ്റെ ആൻസർ 10 ആണ്. 1/0.01 അത് 100 ആണ്. അപ്പോൾ നോക്കിയേ, 10, ഇവിടെ 100, ഇവിടെ 1000, ഇവിടെ 10,000, ഇങ്ങനെ വരും. ഇപ്പം എന്ത് മനസ്സിലാക്കാം? ലിമിറ്റ് x ടെൻസ് ടു ഇൻഫിനിറ്റ്, x ടെൻസ് 0,
1/x എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയാണ്. കാരണം 10, 100, 1000, 10,000 എന്നുള്ളത് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. ഓക്കെ, എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x = 0 ആണെന്നാണ് മനസ്സിലായത്. അതുപോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x² 0 ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x³ 0 ആണ്. ഇത് ബേസിക് ആയിട്ടുള്ള റിസൾട്ടാണ്. ഇത് ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്, മനസ്സിലാക്കി ബൈ ഹാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം മറ്റൊരു കാര്യം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1/x എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയാണ്. എക്സ് 0യിലേക്ക് പോകുമ്പോൾ 1/x വലുതായി ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണ്. എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ 1/x ചെറുതായി 0യിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ x³ x⁴ എല്ലാം എങ്ങനെയാണ് പോകുന്നത്? 0യിലേക്കാണ് പോകുന്നത്, എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ. ഇത് ബേസിക്കായിട്ട് അറിയേണ്ട കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിമിറ്റിംഗ് വാല്യൂ ഒരിക്കലും 0 ആകുന്നില്ല, പക്ഷേ 0യിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു എന്ന് പറയാം. ഇനി ഇത് നോക്കൂ, ലിമിറ്റ് എക്സ് ടെൻഡ് ടു 2x² + 2. ഇവിടെ ഇത് എക്സാക്ട്ലി നമുക്ക് x² + 2ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? എക്സിന് നമ്മൾ 2 കൊടുത്താൽ മതി. 2² + 2, അതായത് 4 + 2 = 6. ഇതിൽ നിന്ന് മനസ്സിലാക്കാം, എക്സ് 2ലേക്ക് പോകുമ്പോൾ x² + 2 6ലേക്കാണ് പോകുന്നത്. മറ്റൊരു എക്സാമ്പിൾ, ലിമിറ്റ് എക്സ് ടെൻഡ് ടു 2 1/x² + 1. എങ്ങനെയാണ്? അപ്പോൾ എക്സിന് 2 കൊടുക്കുക, 1/2² + 1, 1/4 + 1 = 1/5. ഇപ്പം എങ്ങനെയാണ്? എക്സ് 2ലേക്ക് പോകുമ്പോൾ 1/x² + 1 പോകുന്നത് 1/5ലേക്കാണ്. ഓക്കെ, ഇതൊക്കെ ബേസിക്കായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ലിമിറ്റാണ്. അതായത് ഇതിൻ്റെ അകത്തൊന്നുമില്ല, എക്സിന് വാല്യൂ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. മറ്റൊരു എക്സാമ്പിളാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 1/ അല്ലെങ്കിൽ x² + 1 എന്നുള്ളത്. ഇതിനകത്ത് നമ്മൾ ഡയറക്റ്റ്ലി എന്ത് ചെയ്യും? എക്സിന് -2 കൊടുക്കും. -2² / -2 + 1. -2² എന്ന് പറഞ്ഞാൽ -2 × -2. -2ൻ്റെ സ്ക്വയർ -2 × -2 ആണ്. അത് 4/- -2 + 1 -4. അപ്പോൾ ആൻസർ -4 ആയിട്ട് വരും. ഇതിൽ നിന്ന് നമുക്ക് ലിമിറ്റിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് കാണാൻ പറ്റും. പ്രോപ്പർട്ടീസ് ഓഫ് ലിമിറ്റ്. ഓക്കെ, ലിമിറ്റിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് കാണാൻ പറ്റും. x² / x + 1 അല്ലേ? ഈ x + 1 നമുക്ക് ലിമിറ്റ് കൊടുത്തത് എങ്ങനെയാണ്? ആദ്യം എക്സിൻ്റെ ലിമിറ്റ് -2 ഇട്ട് കൊടുക്കുമ്പോൾ എടുക്കും, പിന്നെ +1ൻ്റെ ലിമിറ്റ്. അതായത് ലിമിറ്റ് ഓഫ് u + v എന്ന് പറഞ്ഞാൽ ലിമിറ്റ് u + ലിമിറ്റ് v ആണ്. ആദ്യം യുവിൻ്റെ ലിമിറ്റ്, പിന്നെ വിയുടെ ലിമിറ്റ്. എക്സാമ്പിൾ ആണെങ്കിൽ നമുക്ക് ലിമിറ്റ് x + 3 എന്നാണ്. എക്സ് ടെൻസ് ടു -1. അപ്പോൾ ആദ്യം നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു -1x + ലിമിറ്റ് എക്സ് ടെൻസ് ടു -1 3. ഓക്കെ, അപ്പം -1 + എക്സ് -1ലേക്ക് പോകുമ്പോൾ 3യുടെ ലിമിറ്റ് 3 തന്നെയാണ്. 3ക്ക് ചേഞ്ച് ഒന്നുമില്ല, എക്സിനല്ലേ ചേഞ്ച് ഉള്ളൂ. അപ്പം -1 + 3 എന്ന് പറഞ്ഞാൽ 2 ആണ്. അതായത് ഡയറക്റ്റ്ലി എക്സിന് -1 കൊടുത്ത് +3, ഒരു ചേഞ്ചും ഇല്ല. പ്രോപ്പർട്ടിയാണ് ഇങ്ങനെ വരുന്നത്. അതായത് ഡയറക്റ്റ്ലി ചെയ്യുമ്പോൾ നമ്മൾ -1 + 3 എന്നല്ലേ എഴുതുക. എക്സ് -1ലേക്ക് പോകുമ്പോൾ x + 3 -1 + 3 എന്ന് കൊടുത്തിട്ട് ആൻസർ 2 എന്ന് എഴുതും. ശരിക്കും പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സാമ്പിൾ കാണിച്ചത്. അപ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടി അതാണ്. പിന്നെ അതുപോലെ നമുക്ക് ലിമിറ്റിന് u - v എന്ന് കൊടുത്താലും നമുക്ക് ലിമിറ്റ് u - ലിമിറ്റ് v എന്ന് കൊടുക്കാം. ഇനി ലിമിറ്റ് u/v, ഡിവിഷൻ്റെ കേസിൽ നമുക്ക് ലിമിറ്റ് u/ലിമിറ്റ് v എന്ന് കൊടുക്കാം. ലിമിറ്റ് സെപ്പറേറ്റ് ചെയ്യാം. ഇനി മൾട്ടിപ്ലിക്കേഷൻ ലിമിറ്റ് u × ലിമിറ്റ് v എന്ന് പറഞ്ഞാൽ ലിമിറ്റ് u × ലിമിറ്റ് v ആണ്. ഓക്കെ, അതായത് ഫങ്ഷൻസ് നമുക്ക് സെപ്പറേറ്റ് കൊടുക്കാം. ഇപ്പോൾ x² എക്സാമ്പിൾ, ലിമിറ്റ് എക്സ് ടെൻസ് ടു -1 x² + എക്സിന് നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു -1 x² + ലിമിറ്റ് എക്സ് ടെൻസ് ടു -1 x എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഇവിടെ ഡിവൈഡഡ് ബൈ ആണെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം, ഇൻറ്റു ആണെങ്കിലും സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ലിമിറ്റ് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ.